പിന്നെ ഒന്ന് ഫുള്ളായിട്ടുള്ള പവറിലും. രണ്ട് രീതിയിൽ ഇതിൻ്റെ RPM നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ലോ സ്പീഡ് അല്ല, ഇനി ഫുൾ പവറിൽ. ഇത്രയാണ് ഇതിൻ്റെ പവർ വരുന്നത്. മെഷീൻ്റെ RPMലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2900 RPM ആണ് വരുന്നത്. നോ ലോഡ് സ്പീഡിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷീൻ തന്നെയാണ് കേട്ടോ. ഇമ്പാക്ട് റേഞ്ച് ഇതിൽ നമുക്ക് അതുപോലെ സ്റ്റാർ ബിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഇതിലോട്ട് ഇടാം. കാണിച്ചു തരാം കേട്ടോ. നമുക്കിതിലൊരു സ്റ്റാറിൻ്റെ ബിറ്റൊക്കെ നമുക്ക് അഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ സ്ക്രൂ ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് കൺട്രോളിങ് സ്വിച്ച് ആണ് കേട്ടോ. നമ്മൾ അമർത്തുന്നതിനനുസരിച്ച് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. മെല്ലെ കൊടുത്താൽ മെല്ലെ വർക്കാവും, അമർത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്പീഡ് കൂടും. അങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്ട് റേഞ്ച്. ഇതല്ല, എല്ലാ ഇമ്പാക്ട് റേഞ്ചും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു വീൽ അഴിച്ച് നോക്കിയിട്ടൊക്കെ ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും ചെയ്യാം കേട്ടോ. അതുപോലെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 7950 നോർമൽ പ്രൈസ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മളൊരു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 7500 രൂപയ്ക്ക് നമ്മൾ തരുന്നതായിരിക്കും. 2 ബാറ്ററി അതുപോലെ ചാർജർ ഈ ഒരു ഫുൾ ബോക്സ് ആയിട്ടാണ് വരിക. അതുപോലെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് 6 മാസം. ഇതിൻ്റെ ആർമേച്ചർ അതായത് ബ്രഷ്ലെസ് മോട്ടറിന് 6 മാസം ഇതിന് വാറണ്ടി വരും. നോർമലി നമുക്ക് ഇമ്പാക്ട് റേഞ്ച് ഇത് നല്ല ഏത് കമ്പനിയാണ്, നമ്മൾ ഇതിന് മുന്നേ ഐബലിൻ്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഐബലാണെങ്കിലും ശരി, ഏത് കമ്പനിയാണെങ്കിലും ഇതിൻ്റെ മോട്ടറിന് മാത്രമാണ് നമുക്ക് വാറണ്ടി വരുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ സോക്കറ്റോ അല്ലെങ്കിൽ സ്വിച്ചിനൊന്നും നമുക്ക് ഒരു കമ്പനിയുടെയും വാറണ്ടി വരുന്നില്ല. ഇതിൻ്റെ നമുക്ക് എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ്. ഇമ്പാക്ട് റേഞ്ച് ഇതിൻ്റെ സ്വിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സൂപ്പർ സ്റ്റീലിൻ്റെ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന പല മെഷീനും നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കോഡ്ലെസിൻ്റെ ചെയിൻസോ അതേപോലെ കോഡ്ലെസിൻ്റെ നമ്മുടെ പോൾസോ നമ്മൾ തോട്ടി പോലെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അതുപോലെ കോഡ്ലെസിൻ്റെ കട്ടറുകൾ, ആംഗിൾ ഗ്രൈൻഡർ, അങ്ങനെ പലതും ഇതേ ഒരു ബാറ്ററിയിൽ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത മെഷീൻ വാങ്ങുമ്പോൾ ഇതേ ബാറ്ററികളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെയറും സെപ്പറേറ്റ് ബാറ്ററിയും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ.